ഇപ്പോഴാണ് കോടിയുടെ കഥ കേട്ടപ്പോഴാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട തിയേറ്ററുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്ത് സംസാരം അത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണുപോയൊരു കാര്യമാണത്. അത് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അയ്യോ ഞാനിത് പറഞ്ഞു പോയല്ലോ, പറയാൻ പാടില്ലാത്തല്ലോ, അത് നിൻ്റെ കയ്യിലാണല്ലോ വന്ന് പെട്ട് എന്നൊക്കെ പറഞ്ഞത്. നീന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത്, വേറൊന്നും കൊണ്ടല്ല. ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഈ കോടികളുടെ ബന്ധങ്ങളും തിയേറ്ററുകാരും തമ്മിലുള്ള കാര്യം സംസാരിച്ച കൂട്ടത്തിലാണ് ആ സുഹൃത്ത് ഒരു കാര്യം സൂചിപ്പിച്ചത്. ഇത് പലർക്കും അറിയില്ല. കാരണം ഈ തിയേറ്ററിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞങ്ങളുടെ തിയേറ്ററിലേക്ക് ഒരാൾ 50 ലക്ഷം രൂപ കൊണ്ടുതരികയാണ്. ഈ 50 ലക്ഷം രൂപ കൊണ്ടുതരുമ്പോൾ ആ 50 ലക്ഷം രൂപ ടിക്കറ്റ് വിറ്റുപോയിരിക്കുന്നു. നിങ്ങൾ അത് കൊണ്ടുവരുന്നത് ബ്ലാക്കാണ്, ഇത് വേറെ ആർക്കും അറിയില്ലേ? അപ്പോൾ 50 ലക്ഷം രൂപ ടിക്കറ്റ് ഞങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ തിയേറ്ററിന് മറ്റു കാര്യങ്ങൾ വെച്ചാൽ 35 ലക്ഷം രൂപ വൈറ്റായിട്ട് അവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ബ്ലാക്ക് വൈറ്റ് ആക്കേണ്ട തന്ത്രം മനസ്സിലായല്ലോ. ഒരേ സമയം തിയേറ്റർ ഫുള്ളാവുകയും സിനിമ ഹിറ്റാവുകയും കോടിയിലെത്തുകയും ചെയ്യുമ്പോൾ നിർമ്മാതാവിൻ്റെ ബ്ലാക്ക് ഇത്ര കോടി രൂപ ബ്ലാക്ക് വൈറ്റായി കിട്ടുന്നു. ഈ തന്ത്രങ്ങൾ കുറേ കാലമായി മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പലർക്കും അറിയില്ല. നമ്മൾ ഭയങ്കര ഹിറ്റാണല്ലോ എന്നുള്ളതാണ്. ചില സിനിമകൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് ഹൗസ്ഫുള്ള് ബോർഡ് വെച്ചിരിക്കുന്നു. പരിചയമുള്ളവർ സ്വാധീനമുള്ളവർ തിയേറ്ററിൽ അകത്ത് കിടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കാണേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, ഹൗസ്ഫുൾ ആവില്ലോ സിനിമ. സോറി, ഹൗസ്ഫുള്ളല്ല. അകത്ത് കിടന്നപ്പോൾ 5-10 പേര് മാത്രമേ ഉള്ളൂ എന്ന് ആലോചിക്കണം. അപ്പോൾ ഈ ഹൗസ്ഫുള്ളിൻ്റെ രഹസ്യം എന്താ? ഹൗസ്ഫുൾ ആവണമെങ്കിൽ ആ തിയേറ്റർ നിറഞ്ഞ് ആ സീറ്റ് ഫുള്ളായി അഡീഷണൽ സീറ്റെല്ലാം ഇട്ടുകൊണ്ട് ഉള്ള ഷോ ആണ്. അത്രയും രൂപയുടെ കണക്ക് വന്നു കഴിഞ്ഞു ഇവിടെ. ഇങ്ങനെ പല ഷോസും ഹൗസ്ഫുള്ളാക്കി വെച്ചുകൊണ്ടുള്ള തന്ത്രങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം.